നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രണ്ടാമതായി പറഞ്ഞ കാര്യം തലാസുൽ മുഹ്ലികാത്ത്, 3 കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യമാണ്. മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യത്തിൽ ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ശുഹ്ഉൻ മുതാ. ബുഖ്ൽ എന്ന് പറഞ്ഞില്ല, അങ്ങേയറ്റത്തെ പിശുക്ക്. അതൊരു മനുഷ്യനെ നശിപ്പിച്ചു കളയും. സ്വാർത്ഥത ഒരാളിൽ ഉണ്ടാകുമ്പോഴാണ് പിശുക്ക് കൂടുക. എല്ലാം എന്റേതാവണം, എല്ലാം എനിക്കാവണം എന്ന സ്വാർത്ഥത ഒരു മനുഷ്യനെ വലിയ പിശുക്കനാക്കി മാറ്റും. അതിയായ ലാഭമോഹം, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥ. മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു മനസ്സ് തന്നെ അയാൾക്കില്ല. ഇത് ഒരാള് വലിയ പിശുക്കനാക്കി തീർക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു മിതത്വം വേണം, അമിതമാക്കരുത്. എന്നാൽ പിശുക്ക് പാടില്ല താൻ. ആവശ്യത്തിന് ചെലവഴിക്കാനുള്ള മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ രാത്രി ഇശാ നിസ്കാരത്തിന് ശേഷം പള്ളിയിലൊരു മുത്തല്ലിമുണ്ട്. ആരാ ചെലവിന് കൊണ്ടുപോവുക? നമ്മുടെ ദർസില്ലേ, ഈ പള്ളി ദർസ്, മാഷാ അല്ലാഹ്. ആരാണ് ചെലവിന് കൊണ്ടുപോവുക? മുത്തല്ലിമീങ്ങൾക്ക് ചെലവിന് കൊടുക്കുന്ന ഉമ്മമാരെന്നെ കേൾക്കുന്നുണ്ടാവും. അള്ളാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ. പഴയ കാലത്തുള്ള പരിപാടിയാണ്, റസൂലുള്ളാഹിന്റെ കാലത്ത് വേണ്ടി ചെലവിന് കൊണ്ടുപോകുന്ന പരിപാടി. അപ്പൊ എല്ലാവരും ഒന്നും മുണ്ടിയില്ല. നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, ആരോ കൊണ്ടുപോവുക? ആരൊന്നും, ഒന്നും ഇല്ലാത്തോണ്ടാണ് തല കാത്തിരിക്കുന്നത്. ഒന്നുമില്ല, വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്നും കൊടുക്കാനില്ല. മൂന്നാമതും ചോദിച്ചപ്പോ മഹാനായ അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ കൊണ്ടുപോയിക്കോളാം നബിയേ. വീട്ടിലേക്ക് അതിഥിയെയും കൊണ്ടിങ്ങനെ നടക്കുമ്പോ അബൂ തുൽഹന്റെ മനസ്സിലുണ്ട്, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോന്നറിയില്ല. നബി തങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് ആ കാര്യം ഏറ്റെടുക്കാതിരുന്നാൽ മോശമായി പോവല്ലോ എന്ന് കരുതിയിട്ടാണ് മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുന്നത്. വീട്ടിൽ ചെന്നു, നല്ല ഭാര്യയുണ്ട് വീട്ടില്, ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. നല്ല ഭാര്യയാണ്, എല്ലാവർക്കും മാതൃകയാണ് മഹദിയായ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ. വീട്ടിൽ ചെന്നു, ഒരു അതിഥിയെയും കൊണ്ടാ വന്നത്. മുസ്ലിം ബീവിയോട് ചോദിച്ചു, എന്താ ഇവിടെ ഉള്ളത്, കഴിക്കാൻ എന്താ ഉള്ളത്? മുസ്ലിം പറഞ്ഞു, കുട്ടിയൊക്കെ എടുത്തു വെച്ച കുറച്ച് ഭക്ഷണമുണ്ട്, വേറെ ഒന്നും ഇവിടെ ഇല്ല, വേറെ ഒന്നും ഇവിടെ കൊടുക്കാനില്ല. എന്നൊരു കാര്യം ചെയ്യുക, കുട്ടികളെ വേഗം ഉറക്കുക, കുട്ടികളെ വേഗം ഉറക്കുക, എന്നിട്ട് ആ ഭക്ഷണം എടുത്ത് അതിഥിക്ക് കൊടുക്കുക. രണ്ടുപേരും ധാരണയിലെത്തി. മക്കള് കരഞ്ഞങ്ങനെ ഉറങ്ങി. റസൂലുള്ളാഹിന്റെ അതിഥിയാണ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിഥിയാണ്. ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹ ഉള്ള ഭക്ഷണം പാകം ചെയ്തു. അബൂ തുൽഹ വന്നിട്ട് പറഞ്ഞു, ഉമ്മു സുലൈം, ഉള്ള ഭക്ഷണം ഒരു മുഴുവൻ പാത്രത്തിലേക്ക് വിളമ്പുക, ഭക്ഷണമില്ലാത്ത മറ്റൊരു പാത്രം കൂടെ വെക്കുക. ഞങ്ങള് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഞാൻ വിളക്ക് അറിയാതെ അങ്ങോട്ട് തട്ടിമറിക്കും. ഇരുട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. അതിഥി വയറ് നിറയെ ഭക്ഷണം കഴിക്കട്ടെ, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കാം. സുബ്ഹാനല്ലാഹ്, ഉള്ള ഭക്ഷണം അതാ അതിഥിക്ക് കൊടുക്കുകയാണ്. മഹാനായ അബൂ തുൽഹ തങ്ങൾ പട്ടിണി കിടന്നു, ഉമ്മു സുലൈം ബീവി പട്ടിണി കിടന്നു, ചെറിയ 2 മക്കള് പട്ടിണി കിടന്നു. രാവിലെ ആകുമ്പോ സുബഹിക്ക് പള്ളിയിലേക്ക് ചെല്ലുമ്പോ മദീന പള്ളിയുടെ പൂമുഖത്ത് കാത്തിരിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തിരിക്കുകയാണ്. അബൂ തുൽഹ വരുമ്പോൾ അവിടുന്ന് അബൂ തുൽഹ തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, ഇന്നലത്തെ ളിയാഫത്തുണ്ടല്ലോ, റബ്ബിനെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു, അല്ലാഹു പൊരുത്തപ്പെട്ടു പോയി.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലുബ്ധത കാണിക്കാൻ പാടില്ല, പിശുക്ക് കാണിക്കാൻ പാടില്ല. ഉള്ളതിൽ നിന്ന് അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കുക, അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കുക. മുത്തഖീങ്ങളുടെ അടയാളമാണ്, മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. രണ്ടാമതൊരു മനുഷ്യന്റെ നാശത്തിന്റെ ഹേതു എന്താണ്? ഹവൽ മുത്തബഅ, പിന്തുടരപ്പെടുന്ന വലിയ മോഹമാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസീറി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നഫ്സു കത്തിഫിലിൻ തുഹ്മിൽഹു ശബ്ബഅല ഹുബ്ബിർ റളാഇ വഇൻ തഫ്തിംഹു യംഫതിമി. മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിനെ പോലെയാണ്. ചെറിയ കുട്ടികൾക്ക് 2 വയസ്സായാൽ മുലകുടി നിർത്തണം അല്ലേ? ഇവിടെയൊക്കെ തന്നെയല്ലേ? ഉമ്മമാര് അത് നിർത്താൻ വേണ്ടി ഓരോ പരിപാടികൾ ഒപ്പിക്കും. 2 വയസ്സ് പൂർത്തിയാകുന്ന അന്ന് നിർത്തിയാൽ, ആ ഹൗലൈനി കാമിലൈനി പൂർത്തിയാകുന്ന അന്ന് നിർത്തിയാൽ വലിയ പ്രയാസമില്ലാതെ ഇന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന് അയിമ്മത്ത് പഠിപ്പിക്കുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞോട്ടെ, അല്ലെ വലിയൊരുനാൾ കഴിഞ്ഞോട്ടെ, റബിയുൽ അവ്വൽ ആയിക്കോട്ടെ എന്ന് കരുതരുത്. ഹൗലൈനി കാമിലൈനി പൂർത്തിയായാൽ 2 വർഷം പൂർത്തിയാകുന്ന ഖമരിയായ വർഷപ്രകാരം, അറബി വർഷപ്രകാരം 2 വയസ്സ് പൂർത്തിയാകുന്ന അന്ന് സ്റ്റോപ്പ് ചെയ്താൽ അത് നിൽക്കും അവിടെ. ഒരു കുട്ടിക്ക് മുല കൊടുക്കുന്നത് നിർത്തിയില്ല എന്ന് വെക്കുക, എന്നാൽ എത്ര കാലം കുടിക്കും? എത്ര കാലം കുടിക്കും? ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റളാഇ. യുവാവായാലും മുല കുടിക്കുന്ന ഇതുപോലെയാണ് ശരീരം. ശരീരത്തിന് ചില ആവശ്യങ്ങൾ ഉണ്ടാവും. ആ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ശരീരം അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അത് എവിടെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് അവിടെ നിൽക്കും. നിർത്തണം എന്ന് വിചാരിച്ചാൽ കുട്ടികളെ മുല കുടിക്കാൻ നിർത്തുമ്പോൾ അങ്ങനെയല്ലേ? രാവിലെ നിർത്താൻ വേണ്ടി ഉമ്മ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചു. കുട്ടി കരയും, ചിലപ്പോ എന്നാലും കുടിക്കും, കയ്പുണ്ടെങ്കിലും കുടിക്കും. ഉച്ചക്ക് പിന്നെയും വരും കുടിക്കാൻ, വീണ്ടും കരയും, വൈകുന്നേരം വരും, രാത്രി മൊത്തം കരയും, ചിലപ്പോ 4 ദിവസം കരയും, 5ാമത്തെ ദിവസമായിരിക്കും നിർത്തുക. ഇതുപോലെയാണ് ശരീരം. ശരീരം ഒരു തോന്നിവാസത്തിന്റെ പിന്നാലെ പോയാൽ ശരീരത്തിന് ഭയങ്കര ആഗ്രഹമാണ് അത് ചെയ്യാൻ. അതിന്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിടിച്ചു വെക്കുക, ചെറിയ പിടുത്തത്തിനൊന്നും കിട്ടൂല. നന്നായി മുറുക്കി പിടിക്കണം. നന്നായി പിടിച്ചാൽ ശരീരം വഴിപ്പെട്ട് കിട്ടും. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അത്തദിക്റയിൽ ബഹുമാനപ്പെട്ട ഫരീദുദ്ദീനുൽ അത്താർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അബൂ യസീദുൽ ബിസ്താമി തങ്ങള് ഒരു ദിവസം തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുകയാണ്. എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ് അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ. അള്ളാഹു നമുക്ക് തഹജ്ജുദ് പതിവാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ സമയത്ത് അബൂ യസീദുൽ ബിസ്താമി തങ്ങള് എഴുന്നേറ്റിട്ട് ഒരു നിമിഷം അവിടെ തന്നെ കടന്നുപോയി. നമ്മൾ നീച്ചാണ്ട് പിന്നെയും കുറച്ചു നേരം കിടക്കും അല്ലേ? പിന്നെ ഒന്ന് സ്നൂസ് ചെയ്യും. അലാറം ചിലപ്പോൾ 4 ഉണ്ടാവും. ആദ്യം ഒന്ന് വെക്കും, അത് ഓഫാക്കും, പിന്നെ അടുത്ത അടിച്ചും, പിന്നെ അടുത്ത് 3ാമത്തേനെ എഴുന്നേൽക്കണം. നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചേക്കാം. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ആദ്യം എഴുന്നേറ്റ് ഒരു നിമിഷം അവിടെ തന്നെ ഒന്ന് കടന്നു പോയി. ഉടനെ തന്നെ ചാടി എഴുന്നേറ്റിട്ട് ആലോചിച്ചു, പടച്ചോനെ, ഞാൻ ഈ സമയത്ത് എഴുന്നേറ്റ് എന്തിനാണ്? തഹജ്ജുദ് നിസ്കരിക്കാനാണല്ലോ എഴുന്നേറ്റത്. നിസ്കാരത്തോട് എന്തോ ഒരു വിമുഖത എനിക്ക് ഉണ്ടായതുകൊണ്ടാണല്ലോ ഞാൻ വീണ്ടും കിടന്നത്. എന്തേ അതിന് കാരണം? അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ ആലോചിക്കുകയാണ്, എന്താണ് അതിന് കാരണം? എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും കടന്നത്? ആ ചിന്തയിലാണ് ബഹുമാനപ്പെട്ടവർ. അപ്പോഴാണ് മനസ്സിലായത്, ഇന്നലെ രാത്രി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം സാധാരണത്തെക്കാൾ അധികം കുടിച്ചിട്ടുണ്ട്. സാധാരണത്തെക്കാൾ അധികമായ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇന്നലെ രാത്രി കുടിച്ചിട്ടുണ്ട്. അതാണ് ഇതിന് കാരണം. ബഹുമാനപ്പെട്ടവർ ശരീരത്തെ ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്താണ് ശിക്ഷ? 1 വർഷം വെള്ളം തരില്ല, ശരീരത്തിന് വെള്ളം തരില്ല. വെള്ളം കുടിക്കാൻ ഞാൻ മരിക്കൂലേ?
മരിക്കുന്നാകുമ്പോ ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്യും? കുറച്ച് വെള്ളം എടുത്ത് മണ്ണിലേക്ക് ഒഴിക്കും. ആ കുഴച്ച മണ്ണ്, വെള്ളം നനഞ്ഞ് കുഴച്ച മണ്ണ് നാവിലിങ്ങനെ വെക്കും. ആ നനഞ്ഞ മണ്ണിൽ നിന്ന് ശരീരത്തിലേക്ക് ജലഗണങ്ങൾ ഇങ്ങനെ കയറുമ്പോൾ ജീവങ്ങനെ വെക്കും. അപ്പൊ അതെടുത്ത് ഒഴിവാക്കും. 1 വർഷം ഇങ്ങനെ ജീവിച്ചു അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ. 1 വർഷം പൂർത്തിയായപ്പോ ശരീരത്തോട് പറഞ്ഞു, ഇത് അന്ന് ആ എഴുന്നേറ്റ സമയത്ത് ഉണ്ടായ വിമുഖതക്ക് തന്ന ശിക്ഷയാണ്. ഇനി മേലാൽ ആവർത്തിച്ചാൽ ആയുഷ്കാലം മുഴുവൻ വെള്ളം തരില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാതിരിക്കാനാണ് കാരണങ്ങൾ, നിസ്കരിക്കാനല്ല. ഇപ്പൊ സുബഹി വളരെ നേരത്തെയാണ്. നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തൗഫീഖാണ്. അള്ളാഹു നമ്മളെ മുവഫഖീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. നിസ്കരിക്കാനുള്ളൊരു കഴിവ് കിട്ടുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തൗഫീഖാണ്. അള്ളാഹു നമുക്കത് ഏറ്റിത്തരുമാറാവട്ടെ. ശരീരത്തിന് ആഗ്രഹം, ഇപ്പം മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ചെറിയൊരു സുഖമൊക്കെ കിടന്നുറങ്ങാനുണ്ട്, കുറച്ചേരം കൂടി കിടക്കുക എന്നാണ് ശരീരത്തിന്റെ ആഗ്രഹം. ആ ആഗ്രഹത്തെ ബ്രേക്ക് ചെയ്യുക, തഹജ്ജുദ് നിസ്കരിച്ചേ മതിയാകൂ. ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് ശരീരത്തെ വിട്ടുകൊടുക്കാതിരിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്.